ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. നമ്മളങ്ങനെ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ മിഡീവൽ പീരീഡിൽ എത്തി നിൽക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഡൽഹി സൽത്തനേറ്റ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് മുഹമ്മദ് ഘോറിയെ പറ്റിയായിരുന്നു. ഘോറിയുടെ ഇന്ത്യയിലേക്കുള്ള കടന്നാക്രമണത്തെ പറ്റിയും അദ്ദേഹം ഇന്ത്യയിൽ പിടിച്ചെടുത്ത പ്രദേശങ്ങളൊക്കെയും ആ പ്രദേശങ്ങളുടെയൊക്കെ മേൽനോട്ടം അദ്ദേഹത്തിൻ്റെ സൈന്യാധിപനായ കുത്ബുദ്ദീൻ ഐബക്കിനെ ഏൽപ്പിച്ച് ഗസ്നിയിലേക്ക് അദ്ദേഹം തിരികെ പോകുന്നതായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഇനിയാണ് ഡൽഹി സൽത്തനേറ്റിൻ്റെ ആരംഭം. ഡൽഹി സൽത്തനേറ്റ് എന്ന് പറയുന്നത് ഒരു ഒറ്റ എംപയർ അല്ല. ഡൽഹി കേന്ദ്രീകരിച്ച് ഇന്ത്യ ഭരിച്ചിട്ടുള്ള 5 ഡിഫറെൻറ്റ് ഡൈനാസ്റ്റീസിനെ ഒരുമിച്ച് പറയുന്നതാണ് ഡൽഹി സൽത്തനേറ്റ് എന്ന്. നമ്മൾ ഇതുവരെ കണ്ടതിലൊക്കെ ഓരോ സാമ്രാജ്യവും ഓരോ രാജ്യവും അതാത് ഡൈനാസ്റ്റീസിൻ്റെ പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. മൗര്യ, ഗുപ്ത, പുഷ്യഭൂതി അങ്ങനെ അതാത് ഡൈനാസ്റ്റികളുടെ പേരിലായിരുന്നു ഓരോ രാജവംശവും അറിയപ്പെട്ടിരുന്നത്. ഇവിടെയും അങ്ങനെ ഓരോരോ ഡൈനാസ്റ്റീൻ്റെ പേരിലും ഇവരറിയപ്പെടുന്നുണ്ട് എങ്കിലും കൂടുതലായും എടുത്ത് പറയപ്പെടുന്നത് ഡൽഹി സൽത്തനേറ്റ് എന്ന ഒരു ഒറ്റ പേരിലാണ്. ഇതിന് കാരണം ഭരിക്കുന്ന സമയത്ത് ഈ ഡൈനാസ്റ്റീസിലെ ഒക്കെയും റൂളേഴ്സ് സ്വീകരിച്ചിരുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് സുൽത്താൻ എന്നായിരുന്നു. ഇവർ ഭരണം നടത്തിയിരുന്നത് ഡൽഹിയെ കേന്ദ്രീകരിച്ചായിരുന്നു. അപ്പോൾ സുൽത്താൻ എന്ന ടൈറ്റിലിൽ ഡൽഹിയെ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയിട്ടുള്ള 5 ഡിഫറെൻറ്റ് ഡൈനാസ്റ്റീസിനെ ഒരുമിച്ച് പറയുന്നതാണ് ഡൽഹി സൽത്തനേറ്റ്. ഈ 5 ഡൈനാസ്റ്റീസിൻ്റെ ഇന്ത്യയിലേക്കുള്ള എൻട്രി ഒരുപോലെ ആയിരുന്നില്ല. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് കുത്ബുദ്ദീൻ ഐബക്കിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്, ഈ ഡൽഹി സൽത്തനേറ്റിന് തുടക്കം കുറിക്കുന്നത് കുത്ബുദ്ദീൻ ഐബക്കാണ്. കുത്ബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത് ഒരു തുർക്കിസ്റ്റ് നേറ്റീവ് ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഒരു അടിമയായി വിറ്റിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തെ ആദ്യം വാങ്ങുന്നത് ഒരു ഖാസിയാണ്. ഖാസി എന്ന് പറയുന്നത് അന്നത്തെ ഒരു ഷെരിയ കോർട്ട് ജഡ്ജാണ്. അതിലേക്കൊന്നും പോകണ്ട. അതിനുശേഷം ഈ ഖാസി ഇദ്ദേഹത്തെ വീണ്ടും ഒരു കച്ചവടക്കാരന് വിറ്റു. ഈ കച്ചവടക്കാരൻ്റെ അടുത്തു നിന്നും ഇദ്ദേഹത്തെ വാങ്ങിയത് മുഹമ്മദ് ഘോറി ആയിരുന്നു. അങ്ങനെ ഒരു അടിമയായാണ് ഇദ്ദേഹം മുഹമ്മദ് ഘോറിയുടെ അടുത്തെത്തുന്നത്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ കഴിവിൽ ആകൃഷ്ടനായ ഘോറി ഐബക്കിനെ തൻ്റെ സൈന്യാധിപനായി നിയമിക്കുകയായിരുന്നു. അങ്ങനെ ഇന്ത്യയിലെ പൊസിഷൻസിൻ്റെ മേൽനോട്ടം ഐബക്കിനെ ഏൽപ്പിച്ച് മുഹമ്മദ് ഘോറി ഗസ്നിയിലേക്ക് തിരികെ പോയി. ഈ സമയത്ത് ഘോറി ജീവിച്ചിരിക്കെ തന്നെ കുത്ബുദ്ദീൻ ഐബക്ക് ഇന്ത്യയിലെ പല പ്രദേശങ്ങളും പിടിച്ചെടുക്കുന്നുണ്ട്. പിന്നീട് ഘോറിയുടെ മരണശേഷം ഐബക്ക് അദ്ദേഹത്തിൻ്റെ ഇൻഡിപെൻഡൻസ് പ്രഖ്യാപിച്ചു. സുൽത്താൻ എന്ന ടൈറ്റിൽ സ്വീകരിച്ച് ഐബക്ക് ഈ പ്രദേശങ്ങളുടെയൊക്കെ അധികാരിയായി മാറി. ഇങ്ങനെയാണ് ഡൽഹി സൽത്തനേറ്റിൻ്റെ ആരംഭം. ഡൽഹി സൽത്തനേറ്റിൽ 5 വ്യത്യസ്തങ്ങളായ ഡൈനാസ്റ്റീസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ ഡൈനാസ്റ്റീസ് എന്ന് പറയുന്നത് 1 സ്ലേവ് ഡൈനാസ്റ്റി, 2 ഖൽജി ഡൈനാസ്റ്റി, 3 തുഗ്ലക് ഡൈനാസ്റ്റി, 4 സയ്യിദ് ഡൈനാസ്റ്റി, 5 ലോധി ഡൈനാസ്റ്റി. ഇതിൽ ആദ്യത്തേതാണ് സ്ലേവ് ഡൈനാസ്റ്റി. കുത്ബുദ്ദീൻ ഐബക്ക് തുടക്കം കുറിച്ച ഡൈനാസ്റ്റിയാണ് സ്ലേവ് ഡൈനാസ്റ്റി. 1206 മുതൽ 1526 വരെയാണ് ഡൽഹി സൽത്തനേറ്റ് ഇന്ത്യ ഭരിച്ചത്. ഇതിൽ 1206 മുതൽ 1290 വരെയുള്ള കാലഘട്ടമാണ് സ്ലേവ് ഡൈനാസ്റ്റി ഇന്ത്യ ഭരിച്ചത്. ഡൽഹി സൽത്തനേറ്റ് നമ്മൾ 2 ഭാഗങ്ങളായിട്ടായിരിക്കും എടുക്കുക. ഇതിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ലേവ് ഡൈനാസ്റ്റിയും ഖൽജി ഡൈനാസ്റ്റിയാണ്. അപ്പോൾ സ്ലേവ് ഡൈനാസ്റ്റി സ്ഥാപിക്കുന്നത് കുത്ബുദ്ദീൻ ഐബക്കാണ്. ഇത് മാംലുക് ഡൈനാസ്റ്റി എന്നും അറിയപ്പെടുന്നുണ്ട്. മാംലുക്ക് എന്ന് പറയുന്നത് സ്ലേവിന് പറയുന്ന ഒരു ഖുറാനിക് ടേമാണ്. ഈ സ്ലേവ് ഡൈനാസ്റ്റിയുടെ അണ്ടറിൽ 3 ഡൈനാസ്റ്റീസ് വരുന്നുണ്ട്. കുത്ബി ഡൈനാസ്റ്റി, ഫസ്റ്റ് ഇൽബാരി ഡൈനാസ്റ്റി, സെക്കൻഡ് ഇൽബാരി ഡൈനാസ്റ്റി. ആദ്യം കുത്ബി ഡൈനാസ്റ്റി നോക്കാം. കുത്ബി ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത് കുത്ബുദ്ദീൻ ഐബക്കാണ്. 1206 മുതൽ 1211 വരെയുള്ള കാലഘട്ടമായിരുന്നു കുത്ബി ഡൈനാസ്റ്റിൻ്റെ ഭരണകാലഘട്ടം. അങ്ങനെ ഘോറിയുടെ മരണശേഷം ഡൽഹിയിലെ സുൽത്താനായി ഐബക്ക് അധികാരത്തിലേറി. ഇദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലാഹോർ ആയിരുന്നു. ഇദ്ദേഹം 4 വർഷം മാത്രമേ ഭരണത്തിലുണ്ടായിരുന്നുള്ളൂ. ഇദ്ദേഹം ചൗഗാൻ അല്ലെങ്കിൽ ഹോഴ്സ് പോളോ കളിച്ചുകൊണ്ടിരിക്കെ കുതിരപ്പുറത്തു നിന്ന് വീണ് മരണമടഞ്ഞു. റൈറ്റേഴ്സ് ഇദ്ദേഹത്തെ ലാഖ്ബക്ഷ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. കാരണം ഇദ്ദേഹം വലിയൊരു ദാനശീലനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ കോർട്ടിലുണ്ടായിരുന്ന ഒരു സ്കോളറാണ് ഹസൻ നിസാമി.
വളരെ ഫേമസ് ആയിട്ടുള്ള കുത്തബ് മിനാറിൻ്റെ കൺസ്ട്രക്ഷൻ ആരംഭിക്കുന്നത് ഖുത്ബുദ്ദീൻ ഐബക്കാണ്. പിന്നീട് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇൽത്തുമിഷാണ്. അപ്പോൾ ഖുത്ബുദ്ദീൻ ഐബക്ക് സ്ലേവ് ഡൈനാസ്റ്റിക്കും അതുപോലെ തന്നെ ഡൽഹി സൽത്തനേറ്റിനും തുടക്കം കുറിച്ചു. ഇദ്ദേഹം സ്ഥാപിച്ച ഡൈനാസ്റ്റിയാണ് ഖുത്ബി ഡൈനാസ്റ്റി. ഇദ്ദേഹത്തിന് 4 വർഷം മാത്രമേ ഭരണം നടത്താൻ സാധിച്ചിരുന്നുള്ളൂ. 1210 ഹോഴ്സ് പോളോ കളിക്കവേ അദ്ദേഹം കുതിരപ്പുറത്തു നിന്ന് വീണ് മരണമടഞ്ഞു. ഇദ്ദേഹം ലാക് ബക്ഷ് എന്ന് അറിയപ്പെടുന്നുണ്ട്. കുത്തബ് മിനാറിന് തുടക്കം കുറിക്കുന്നതും ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിൻ്റെ മരണശേഷം അധികാരത്തിൽ കയറുന്നത് ഇദ്ദേഹത്തിൻ്റെ മകനായ ആരം ബക്ഷാണ്. ഇദ്ദേഹം അത്ര കഴിവുറ്റ ഒരു ഭരണാധികാരി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ 8 മാസങ്ങൾക്കകം ആരം ബക്ഷിനെ സ്ഥാനഭ്രഷ്ടനാക്കി ഖുത്ബുദ്ദീൻ ഐബക്കിൻ്റെ മരുമകനായ ഇൽത്തുമിഷ് അധികാരത്തിലേറി. ഇനി നമുക്ക് ഇൽത്തുമിഷിനെ പറ്റി നോക്കാം. ഇൽത്തുമിഷും ഖുത്ബുദ്ദീൻ ഐബക്കും തമ്മിൽ പല കാര്യങ്ങളിലും സാമ്യമുണ്ട്. ഇൽത്തുമിഷും ഒരു തുർക്കിസ്റ്റ് വംശജനായിരുന്നു. ഇദ്ദേഹം തുർക്കിസ്ഥാനിലെ ഇൽബാരി ട്രൈബിലെ ഇൽബാരി ഗോത്രത്തിലെ ഒരു അംഗമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പിതാവ് ആ ഗോത്രത്തിൻ്റെ തലവനായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഹാഫ് ബ്രദേഴ്സ്, അർദ്ധ സഹോദരന്മാർ, അതായത് ഇദ്ദേഹത്തിൻ്റെ പിതാവിന് മറ്റു ഭാര്യമാരിലുണ്ടായിരുന്ന മക്കൾ ഇൽത്തുമിഷിനെ ഒരു അടിമയാക്കി ഒരു കച്ചവടക്കാരന് വിറ്റു. അങ്ങനെ ഈ കച്ചവടക്കാരനിൽ നിന്നും പല കൈകളും മാറി മറിഞ്ഞു ഒടുവിൽ ഇൽത്തുമിഷ് ഐബക്കിൻ്റെ കൈകളിൽ എത്തിച്ചേർന്നു. പിന്നീട് പല മേഖലകളിലുള്ള ഇൽത്തുമിഷിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധിപാഠവും ഒക്കെ കണ്ട് ഐബക്ക് ഇൽത്തുമിഷിന് തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുകയും അതുപോലെ അദ്ദേഹത്തെ ഗ്വാളിയോറിലെ ഇക്താദാറായി അപ്പോയിൻ്റ് ചെയ്യുകയും ചെയ്തു. ഐബക്കിൻ്റെ മരണശേഷം ആരം ബക്ഷ് അധികാരത്തിൽ കയറി. പക്ഷേ ആരം ബക്ഷിനെ പരാജയപ്പെടുത്തി ആ സ്ഥാനത്തേക്ക് ഇൽത്തുമിഷ് കടന്നു വന്നു. ഇൽത്തുമിഷ് ഇൽബാരി ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം സ്ഥാപിച്ച ഡൈനാസ്റ്റിയാണ് ഫസ്റ്റ് ഇൽബാരി ഡൈനാസ്റ്റി. ഐബക്കിൻ്റെ സമയത്ത് ക്യാപിറ്റൽ ലാഹോർ ആയിരുന്നു. ഇൽത്തുമിഷ് അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ലാഹോറിൽ നിന്നും ഡൽഹിയിലേക്ക് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്തു. മാത്രമല്ല ഇദ്ദേഹം ബംഗാൾ, ബീഹാർ, സിന്ധ്, മുൾട്ടാൻ ഈ പ്രദേശങ്ങളൊക്കെ പിടിച്ചെടുത്ത് അതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ടെറിട്ടറിയോട് കൂട്ടിച്ചേർത്തു. ഇൽത്തുമിഷ് 2 തരത്തിലുള്ള കോയിൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഒന്ന് സിൽവർ കോയിനാണ്, മറ്റൊന്ന് കോപ്പർ കോയിനാണ്. സിൽവർ കോയിൻ തങ്ക എന്നും കോപ്പർ കോയിൻ ജിട്ടാൾ എന്നുമാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹം ഇക്താദാരി എന്നൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇക്താദാരി എന്ന് പറയുന്നത് നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട്. രാജാക്കന്മാരിൽ പലരും അവരുടെ എംപയർ വീണ്ടും പ്രൊവിൻസുകളായി ഡിവൈഡ് ചെയ്ത് ഓരോ പ്രൊവിൻസിനും ഓരോ ഗവർണറെ അപ്പോയിൻ്റ് ചെയ്തിരുന്നു ഭരണം ഈസിയാക്കുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ ഇൽത്തുമിഷ് തൻ്റെ എംപയറിനെ ഇക്ത എന്ന പേരിൽ പല പല ടെറിട്ടറീസ് ആക്കി ഡിവൈഡ് ചെയ്തു. ഈ ഇക്തയുടെ മേൽനോട്ടം വഹിക്കുന്നതിനായി അദ്ദേഹം ഓരോ ഓഫീസേഴ്സിനെയും അപ്പോയിൻ്റ് ചെയ്തു. ഈ ഓഫീസേഴ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള നോബിൾസ് ആവാം, അല്ലെങ്കിൽ മിലിറ്ററി ലീഡേഴ്സ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഓഫീസേഴ്സ് ആകാം. ഇവിടെ അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്ന ഓഫീസറായിരിക്കും ആ ഇക്തയുടെ നികുതി പിരിക്കുന്നതും അതുപോലെ തന്നെ മറ്റ് മേൽനോട്ടം വഹിക്കുന്നതും. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്തുണ്ടായിരുന്ന ഫേമസ് ആയിട്ടുള്ള സ്കോളേഴ്സും സെയിൻസുമാണ് തജുദ്ദീൻ, നിസാമുൽ മുൽക്ക്, മിനൗജുസ് സിറാജ്, മുഹമ്മദ് ജനൈദി തുടങ്ങിയവർ. കുത്തബ് മിനാറിൻ്റെ കൺസ്ട്രക്ഷൻ പൂർത്തീകരിക്കുന്നത് ഇൽത്തുമിഷാണ്. ഇതിനു പുറമെ അദ്ദേഹം 40 എന്ന പേരിൽ പുതിയ ഒരു റൂളിംഗ് ക്ലാസ് കൂടി സ്ഥാപിച്ചു. 40 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഇത്. ഈ ഗ്രൂപ്പിൽ മിലിറ്ററി ലീഡേഴ്സും നോബിൾസും അടക്കം പല മേഖലകളിലും പ്രാവീണ്യം തെളിയിച്ച വ്യക്തികളായിരുന്നു ഉണ്ടായിരുന്നത്. അഡ്മിനിസ്ട്രേഷൻ ഈസി ആക്കുന്നതിന് വേണ്ടിയാണ് ഇദ്ദേഹം ഇത്തരത്തിലൊരു ഗ്രൂപ്പ് ഫോം ചെയ്തത്. സുൽത്താനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഡ്യൂട്ടി. ചൽഗാനി, ചാലിസ എന്നീ പേരുകളിലും ഈ ഗ്രൂപ്പ് അറിയപ്പെടുന്നുണ്ട്. ഇൽത്തുമിഷ് അനന്തരാവകാശിയായി പ്രഖ്യാപിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ മകളായ റസിയയായിരുന്നു. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് റസിയ സുൽത്താനയെ പറ്റിയാണ്. ഇൽത്തുമിഷിൻ്റെ കാര്യത്തിൽ ഓർത്തിരിക്കേണ്ടത് ഇൽബാരി ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്തു, ക്യാപിറ്റൽ ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, 40 എന്ന പേരിലൊരു റൂളിംഗ് ക്ലാസ് ഫോം ചെയ്തു. അദ്ദേഹം ഇഷ്യൂ ചെയ്ത കോയിൻസാണ് തങ്ക ആൻഡ് ജിട്ടാൽ. തങ്ക എന്ന് പറയുന്നത് ഒരു സിൽവർ കോയിനും ജിട്ടാൽ ഒരു കോപ്പർ കോയിനുമാണ്. കുത്തബ് മിനാറിൻ്റെ കൺസ്ട്രക്ഷൻ പൂർത്തീകരിച്ചു. കുത്തബ് മിനാർ മാത്രമല്ല മോസ്ക് അടക്കമുള്ള മറ്റ് പല കൺസ്ട്രക്ഷൻസും ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ആർക്കിടെക്ചറിൽ വിശദമായിട്ട് നോക്കും.
ഇപ്പം നമുക്ക് ഇമ്പോർട്ടൻറ്റ് റൂളേഴ്സിനെ നോക്കി പോകാം. നെക്സ്റ്റ് വൺ റസിയ. ഇൽത്തുമിഷ് തൻ്റെ അനന്തരാവകാശിയായി പ്രഖ്യാപിച്ചിരുന്നത് റസിയെ ആയിരുന്നുവെങ്കിലും ഇൽത്തുമിഷിന്റെ മരണശേഷം അധികാരത്തിൽ കയറുന്നത് റസിയയുടെ ഹാഫ് ബ്രദറായ രുക്നുദ്ദീൻ ഫിറോസ് ആയിരുന്നു. കാരണം രുക്നുദ്ദീൻ ഫിറോസിന്റെ മാതാവിനും ഇൽത്തുമിഷ് തന്നെ രൂപം കൊടുത്ത 40 എന്ന റൂളിംഗ് ക്ലാസ്സിലെ പലർക്കും റസിയ അധികാരത്തിൽ കയറുന്നതിനോട് വിയോജിപ്പായിരുന്നു. എന്നാൽ നല്ല രീതിയിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കാൻ രുക്നുദ്ദീൻ ഫിറോസിന് ആയില്ല. ഇതിനെ തുടർന്ന് അദ്ദേഹം സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുകയും തുടർന്ന് റസിയ അധികാരത്തിൽ കയറുകയും ചെയ്തു. ചരിത്രത്തിൽ ഇതിനെ 2 രീതിയിൽ പറയുന്നുണ്ട്. ഒന്ന്, രുക്നുദ്ദീൻ ഫിറോസിൻ്റെയും അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും ഭരണരീതിയിൽ പ്രകോപിതരായ ജനങ്ങൾ ഇവരെ തടവിലാക്കുകയും വധിക്കുകയും ചെയ്തുവെന്നും അതിനെ തുടർന്നാണ് റസിയ അധികാരത്തിൽ കയറിയത് എന്നും. രണ്ടാമതായി പറയുന്നത്, രുക്നുദ്ദീൻ ഫിറോസ് ഒരു റിവോൾട്ട് അമർച്ച ചെയ്യാൻ പോയപ്പോൾ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് റസിയ കുറച്ച് സപ്പോർട്ടേഴ്സിൻ്റെ സഹായത്തോടു കൂടി അധികാരത്തിൽ കയറിയതാണ് എന്നും പറയപ്പെടുന്നു. എങ്ങനെയാണെങ്കിലും രുക്നുദ്ദീൻ ഫിറോസ് കുറച്ച് മാസങ്ങൾ മാത്രമേ അധികാരത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഈ ഒരു സ്ഥാനത്തേക്ക് കടന്നു വരുന്നത് റസിയയാണ്. ഇൽത്തുമിഷ് ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അദ്ദേഹം റസിയയ്ക്ക് കൊടുത്തിരുന്ന പ്രാധാന്യവും അതുപോലെ അധികാരത്തിൽ കയറിയതിന് ശേഷം റസിയ ചെയ്ത പ്രവൃത്തികളുമൊന്നും രാജസദസ്സിലെ പലർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നില്ല. റസിയ ഒരു അബിസീനിയൻ സ്ലേവായ യാക്കുത്തിനെ തൻ്റെ സൈന്യത്തിലെ ഒരു പ്രധാന ഉദ്യോഗസ്ഥനായി നിയമിച്ചു. റസിയ കോർട്ടിൽ പ്രവേശിച്ചിരുന്നത് മുഖം മറയ്ക്കാതെയായിരുന്നു. അതുപോലെ നായാട്ടിന് പോവുകയും സൈന്യത്തെ നയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊന്നും അന്നത്തെ കോർട്ടിലെ പ്രധാനികളിൽ പലർക്കും ഇഷ്ടമായിരുന്നില്ല. ഈ സമയത്ത് ബദിന്തയിലെ ഗവർണറായിരുന്ന, ബദിന്ത എന്ന് പറയുന്നത് പഞ്ചാബിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്, ഇവിടുത്തെ ഗവർണറായിരുന്ന മാലിക് അൽത്തുനിയ റസിയയ്ക്കെതിരായി ഒരു റിവോൾട്ട് നയിക്കും. ഇവർ തമ്മിലുള്ള യുദ്ധത്തിൽ യാക്കുത്ത് മരിക്കുകയും റസിയയെ അൽത്തുനിയ തടവിലാക്കുകയും ചെയ്തു. ഇതിനിടയിൽ ഇൽത്തുമിഷിൻ്റെ മറ്റൊരു മകനായ ബരംഷായെ തുർക്കിഷ് നോബിൾസ് അധികാരത്തിൽ കയറ്റും. റസിയയും അൽത്തുനിയയും തമ്മിൽ ഇഷ്ടത്തിലാവുകയും അവർ വിവാഹം കഴിക്കുകയും ചെയ്തു. അതിനുശേഷം ഇവർ ഒരുമിച്ച് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുന്നുണ്ട് എങ്കിലും ഇവരിരുവരും കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവരെ കൊള്ളക്കാർ പിടികൂടി വധിച്ചതാണ് എന്നും റസിയയുടെ ഹാഫ് ബ്രദേഴ്സ് വധിച്ചതാണ് എന്നും പറയുന്നുണ്ട്. റസിയയ്ക്ക് ശേഷം ഡൽഹി ഭരിക്കുന്നത് ബരംഷായും മസൂദ് ഷായുമാണ്. പക്ഷേ ഈ സമയത്തൊക്കെയും 40 എന്ന റൂളിംഗ് ക്ലാസ്സും അതുപോലെ സുൽത്താൻമാരും തമ്മിൽ അധികാരത്തിന് വേണ്ടിയിട്ട് ഒരു പിടിവലി നടക്കുന്നുണ്ട്. സുൽത്താനെ അസിസ്റ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇൽത്തുമിഷ് ഇങ്ങനെ ഒരു ഗ്രൂപ്പിന് രൂപം കൊടുത്തത് എങ്കിലും ഈ ഒരു ഗ്രൂപ്പ് പിന്നീട് ഇവർക്ക് തന്നെ ഒരു ബേർഡനായി മാറുകയായിരുന്നു. റസിയ സുൽത്താനയോട് ഏറ്റവും കൂടുതൽ എതിർപ്പ് കാണിച്ചതും ഈ ഗ്രൂപ്പിലെ പലരുമായിരുന്നു. ഒടുവിൽ 40 എന്ന ഗ്രൂപ്പിലെ ഒരംഗമായ ബാൽബൻ്റെ ഇടപെടലിനെ തുടർന്ന് ഇൽത്തുമിഷിൻ്റെ യങ്ങർ സണ്ണായ നസ്രുദ്ദീൻ മുഹമ്മദാണ് സുൽത്താനായി അധികാരത്തിൽ കയറുന്നത്. നസ്രുദ്ദീൻ ഇൽത്തുമിഷിൻ്റെ യങ്ങർ സണ്ണാണ് എന്നും ഗ്രാൻഡ് സൺ ആണ് എന്നും പറയുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ബാൽബനാണ്. എറ ഓഫ് ബാൽബൻ. ഗിയാസുദ്ദീൻ ബാൽബൻ, ഇദ്ദേഹം ഉല്ലൂ ഖാൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇദ്ദേഹം തൻ്റെ ജീവിതം ആരംഭിക്കുന്നത് ഒരു അടിമയായിട്ടാണ്. ഇദ്ദേഹം ഒരു സെൻട്രൽ ഏഷ്യക്കാരനാണ്. ഇദ്ദേഹത്തെ മംഗോളിയൻസ് പിടികൂടി ഒരു അടിമയാക്കി വിറ്റതായിരുന്നു. ഇൽത്തുമിഷിൻ്റെ കാലത്ത് അദ്ദേഹം ബാൽബനെ ഒരു അടിമയായി വാങ്ങി. ബാൽബനും വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഇൽത്തുമിഷ് ഇദ്ദേഹത്തെ സൈന്യത്തിലേക്ക് അപ്പോയിൻ്റ് ചെയ്തു. പിന്നീട് 40 എന്ന റൂളിംഗ് ക്ലാസ്സിലേക്കും ബാൽബൻ എത്തി. പിന്നീട് നസ്രുദ്ദീൻ്റെ റിജൻ്റായി പ്രവർത്തിച്ചിരുന്നത് ബാൽബനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മകളെ നസ്രുദ്ദീൻ വിവാഹം കഴിച്ചു. അതോടുകൂടി ബാൽബൻ്റെ സ്ഥാനവും അധികാരവും ഒന്നുകൂടി വർദ്ധിച്ചു. 1266 നസ്രുദ്ദീൻ മുഹമ്മദ് മരിച്ചു. അതിനുശേഷം ബാൽബൻ സുൽത്താനായി അധികാരത്തിലേറി. ബാൽബന് അവരുടെ കോർട്ടിൽ നിന്നും ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടതായി വന്നിരുന്നു. സുൽത്താൻ്റെ ഏറ്റവും വലിയ ത്രെട്ട് 40 എന്ന റൂളിംഗ് ക്ലാസ് ആണ് എന്ന് ബാൽബൻ അറിയായിരുന്നു. അങ്ങനെ അദ്ദേഹം ആ ഒരു റൂളിംഗ് ക്ലാസ്സിനെ പിരിച്ചുവിട്ടു. വളരെ കഠിനമായിട്ടുള്ള പല നിയമങ്ങളും ബാൽബൻ കൊണ്ടുവന്നു. സുൽത്താൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിഴലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. സുൽത്താൻ്റെ പാദം വന്ദിക്കണം, പാദം ചുംബിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പുതിയ രീതികൾ ബാൽബൻ കൊണ്ടുവന്നു. കടുത്ത എതിർപ്പുകൾ കോർട്ടിൽ നിന്നും തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട്
അദ്ദേഹം പലരുടെയും പ്രവൃത്തികൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ചാരന്മാരെ അപ്പോയിൻ്റ് ചെയ്തിരുന്നു. ചെറിയ തെറ്റുകൾക്ക് പോലും അദ്ദേഹം കടുത്ത പണിഷ്മെൻ്റ് നൽകിയിരുന്നു. അദ്ദേഹം ദിവാനി ആർട്സ് എന്ന പേരിൽ പുതിയൊരു മിലിറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങി. പേർഷ്യൻ ഫെസ്റ്റിവലായ നൗറോസ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബാൽബനാണ്. ബാൽബൻ്റെ സമയത്ത് ഇവിടേക്ക് മംഗോൾ ഇൻവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ബാൽബൻ്റെ മരണശേഷം അധികാരത്തിൽ വരുന്നത് ഇദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് സൺ ആയ കൈഖബാദ് ആണ്. അസുഖത്തെ തുടർന്ന് കൈഖബാദ് മരണമടഞ്ഞു. ഇതിനുശേഷം അധികാരത്തിൽ കയറുന്നത് കൈഖബാദിൻ്റെ മകനായ കൈമൂർ ആയിരുന്നു. കൈമൂർ എന്ന് പറയുന്നത് 3 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയായിരുന്നു. ഈ കുട്ടിയെ വധിച്ചുകൊണ്ട് ജലാലുദ്ദീൻ ഖൽജി ഇവരുടെ കയ്യിൽ നിന്നും അധികാരം പിടിച്ചെടുത്തു. ഇതോടുകൂടി സ്ലേവ് ഡൈനാസ്റ്റി അവസാനിച്ചു. പിന്നീട് വരുന്നത് ഖൽജി ഡൈനാസ്റ്റിയാണ്. സ്ലേവ് ഡൈനാസ്റ്റിക്കും അതോടൊപ്പം ഡൽഹി സൽത്തനേറ്റിനും തുടക്കം കുറിക്കുന്നത് കുത്ബുദ്ദീൻ ഐബക്ക് ആണ്. ഡൽഹി സൽത്തനേറ്റിൻ്റെ അണ്ടറിൽ 5 ഡൈനാസ്റ്റീസ് വരുന്നുണ്ട്. സ്ലേവ് ഡൈനാസ്റ്റി, ഖൽജി ഡൈനാസ്റ്റി, തുഗ്ലക് ഡൈനാസ്റ്റി, സൈദ് ഡൈനാസ്റ്റി, ലോധി ഡൈനാസ്റ്റി. 1206 മുതൽ 1526 വരെയുള്ള ടൈം പീരീഡാണ് ഡൽഹി സൽത്തനേറ്റ് ഭരണത്തിലുണ്ടായിരുന്നത്. ഇതിൽ 1206 മുതൽ 1290 വരെയുള്ള കാലഘട്ടത്തിലാണ് സ്ലേവ് ഡൈനാസ്റ്റി ഭരണത്തിലിരുന്നത്. സ്ലേവ് ഡൈനാസ്റ്റിക്ക് കീഴിൽ വീണ്ടും 3 ഡൈനാസ്റ്റീസ് വരുന്നുണ്ട്. കുത്ബി ഡൈനാസ്റ്റി, ഫസ്റ്റ് ഇൽബാരി ഡൈനാസ്റ്റി, സെക്കൻഡ് ഇൽബാരി ഡൈനാസ്റ്റി. കുത്ബി ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ കുത്ബുദ്ദീൻ ഐബക്ക് ആണ്. ഫസ്റ്റ് ഇൽബാരി ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ഇൽത്തുമിഷ് ആണ്. സെക്കൻഡ് ഇൽബാരി ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ബാൽബൻ ആണ്. കുത്ബുദ്ദീൻ ഐബക്ക് മുഹമ്മദ് ഘോറിയുടെ ഒരു സൈന്യാധിപനായിരുന്നു. ഘോറിയുടെ മരണശേഷം അദ്ദേഹം ഇൻഡിപെൻഡൻ്റ് ആയി മാറുകയും ഘോറിയുടെ ഇന്ത്യയിലുണ്ടായിരുന്ന പൊസിഷൻസൊക്കെ ഇദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് വന്നു ചേരുകയും ഇദ്ദേഹം ഇവിടുത്തെ സുൽത്താനായി പ്രഖ്യാപിക്കുകയും ചെയ്തു. കുത്ബുദ്ദീൻ ഐബക്കിൻ്റെ സമയത്ത് ക്യാപിറ്റൽ ലാഹോർ ആയിരുന്നു. ഇദ്ദേഹം ലാഗ്ബക്ഷ് എന്നറിയപ്പെടുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കോർട്ടിലുണ്ടായിരുന്ന ഒരു പോയറ്റാണ് ഹസൻ നിസാമി. കുതബ് മിനാറിൻ്റെ കൺസ്ട്രക്ഷന് തുടക്കം കുറിക്കുന്നത് കുത്ബുദ്ദീൻ ഐബക്കാണ്. ഹോഴ്സ് പോളോ കളിക്കുന്നതിനിടയിൽ കുതിരപ്പുറത്തുനിന്നും വീണാണ് കുത്ബുദ്ദീൻ ഐബക്ക് മരണമടയുന്നത്. ഇദ്ദേഹത്തിന് ശേഷം അധികാരത്തിൽ വരുന്നത് ഇദ്ദേഹത്തിൻ്റെ മകനായ ആരംബക്ഷ് ആണ്. പക്ഷേ അത്ര കഴിവുറ്റ ഒരു ഭരണാധികാരി ആയിരുന്നില്ല ആരംബക്ഷ്. അതുകൊണ്ട് തന്നെ ആരംബക്ഷിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കി കുത്ബുദ്ദീൻ ഐബക്കിൻ്റെ മരുമകനായ ഇൽത്തുമിഷ് അധികാരത്തിലേറി. ഇൽത്തുമിഷും ഒരു സ്ലേവ് ആയിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കഴിവിൽ മതിപ്പ് തോന്നിയ കുത്ബുദ്ദീൻ ഐബക്കിൻ്റെ മകളെ ഇൽത്തുമിഷിന് വിവാഹം കഴിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഗവർണറായി ഇൽത്തുമിഷിനെ അപ്പോയിൻ്റ് ചെയ്യുകയും ചെയ്തു. ആരംബക്ഷിനെ പുറത്താക്കി അധികാരത്തിലേറിയതിനു ശേഷം ഇൽത്തുമിഷ് ക്യാപിറ്റൽ ഡൽഹിയിലേക്ക് മാറ്റി. കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് ഇവരുടെ ടെറിട്ടറിയോട് കൂട്ടിച്ചേർത്തു. കുതബ് മിനാറിൻ്റെ കൺസ്ട്രക്ഷൻ പൂർത്തീകരിച്ചു. തങ്ക, ജിറ്റാൽ എന്നീ കോയിൻസ് ഇഷ്യൂ ചെയ്തു. ഇക്താദാരി സിസ്റ്റം കൊണ്ടുവന്നു. 40 എന്ന ഒരു റൂളിംഗ് ക്ലാസ്സിനും ഇദ്ദേഹം രൂപം കൊടുത്തു. ഇൽത്തുമിഷ് അടുത്ത അവകാശിയായി തൻ്റെ മകളായ റസിയയെ നോമിനേറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇൽത്തുമിഷിൻ്റെ മരണശേഷം അധികാരത്തിൽ കയറുന്നത് റസിയയുടെ ഹാഫ് ബ്രദറായ രുക്നുദ്ദീൻ ഫിറോസ് ആയിരുന്നു. രുക്നുദ്ദീൻ ഫിറോസിന് കുറച്ച് മാസങ്ങൾ മാത്രമേ അധികാരത്തിലിരിക്കാൻ സാധിച്ചുള്ളൂ. അതിനുശേഷം റസിയ തന്നെ അധികാരത്തിലേക്ക് വന്നു. ഒരുപാട് എതിർപ്പുകൾ റസിയയ്ക്ക് നേരിടേണ്ടതായി വന്നിരുന്നു. അൽത്തുനിയ റസിയയെ തടവിലാക്കി. പിന്നീട് വിവാഹിതരായ ശേഷം ഇവരിരുവരും കൂടി ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുന്നുണ്ട് എങ്കിലും ആ മാർച്ചിനിടയിൽ തന്നെ ഇവർ കൊല്ലപ്പെട്ടു. അതിനുശേഷം അധികാരത്തിൽ വരുന്നത് ബറാം ഷായും മസൂദ് ഷായും ആണ്. 40 എന്ന റൂളിംഗ് ക്ലാസിൻ്റെ അടുത്തു നിന്നും സുൽത്താന് വലിയ പ്രഷർ നേരിടേണ്ടതായി വന്നിരുന്നു. ഈ റൂളിംഗ് ക്ലാസ്സിലെ തന്നെ ഒരു അംഗമായ ബാൽബൻ്റെ ഇടപെടലിനെ തുടർന്ന് നസ്രുദ്ദീൻ മുഹമ്മദ് പിന്നീട് അധികാരത്തിൽ വന്നു. ബാൽബനും ഒരു സ്ലേവ് ആയിരുന്നു. പിന്നീട് ഇദ്ദേഹം സ്ലേവ് ഡൈനാസ്റ്റിയിലെ തന്നെ ഒരു സൈന്യാധിപനായി മാറുന്നുണ്ട്. നസ്രുദ്ദീനെ മുൻനിർത്തി റിജൻ്റായി ഭരണം നടത്തിയിരുന്നത് ബാൽബനായിരുന്നു. ഇദ്ദേഹത്തിന് കോർട്ടിൽ തന്നെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ അദ്ദേഹം ഓവർകം ചെയ്തു. തൻ്റെ മകളെ അദ്ദേഹം നസ്രുദ്ദീന് വിവാഹം കഴിച്ചു കൊടുത്തു. നസ്രുദ്ദീൻ്റെ മരണശേഷം ബാൽബൻ അധികാരത്തിലെത്തി. സെക്കൻഡ് ഇൽബാരി ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറാണ് ബാൽബൻ. 40 എന്ന ഗ്രൂപ്പിനെ ഇദ്ദേഹം പിരിച്ചുവിട്ടു. പല കടുത്ത നിയമങ്ങളും ഇദ്ദേഹം കോർട്ടിൽ കൊണ്ടുവന്നു. രാജാവിനെ വന്ദിക്കണം, രാജാവിൻ്റെ പാദങ്ങൾ ചുംബിക്കണം എന്നുള്ള രീതികളൊക്കെ അദ്ദേഹം കൊണ്ടുവന്നു.
പേർഷ്യൻ ഫെസ്റ്റിവലായ നവറോസ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബാൽബനാണ്. ഇദ്ദേഹം സ്പൈസിനെ അപ്പോയിൻ്റ് ചെയ്തിരുന്നു. ചെറിയ തെറ്റുകൾക്ക് പോലും കടുത്ത പണിഷ്മെൻറ്റ് ബാൽബൻ നൽകിയിരുന്നു. ബാൽബൻ്റെ മരണശേഷം അധികാരത്തിൽ വരുന്നത് നസ്രുദ്ദീൻ്റെ മകനായ കൈക്കബാദ് ആണ്. ഇദ്ദേഹത്തിൻ്റെ മരണശേഷം അധികാരത്തിൽ കയറുന്നത് 3 വയസ്സുള്ള കൈക്കബാദിൻ്റെ മകനായ കൈമൂർ ആയിരുന്നു. കൈമൂറിനെ വധിച്ചുകൊണ്ട് സ്ലേവ് ഡൈനാസ്റ്റിയിലെ തന്നെ ഒരു സേനാപതിയായിരുന്ന ജലാലുദ്ദീൻ ഖൽജി ഇവരുടെ കയ്യിൽ നിന്നും അധികാരം പിടിച്ചെടുത്തു. അടുത്തത് സ്ലേവ് ഡൈനാസ്റ്റിയിലെ രണ്ടാമത്തെ ഡൈനാസ്റ്റിയായ ഖൽജി ഡൈനാസ്റ്റിയാണ്. ഖൽജി ഡൈനാസ്റ്റി എന്നും അതുപോലെ തന്നെ ഖിൽജി ഡൈനാസ്റ്റി എന്നും ഈ ഡൈനാസ്റ്റി അറിയപ്പെടുന്നുണ്ട്. 1290 മുതൽ 1320 വരെയായിരുന്നു ഇവരുടെ ഭരണകാലഘട്ടം. ഈ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ജലാലുദ്ദീൻ ഖൽജിയാണ്. സ്ലേവ് ഡൈനാസ്റ്റിയിലെ അവസാന റൂളറായ കൈമൂറിനെ വധിച്ചാണ് ജലാലുദ്ദീൻ ഖൽജി സിംഹാസനം പിടിച്ചെടുത്തത് എന്നാണ് പറയപ്പെടുന്നത്. അധികാരത്തിൽ കയറുന്ന സമയത്ത് ഇദ്ദേഹത്തിന് 70 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ഒരു കൊച്ചുകുട്ടിയെ വധിച്ചാണ് അധികാരത്തിൽ കയറിയതെങ്കിലും ഹിസ്റ്റോറിയൻസ് ഇദ്ദേഹത്തെ മഹാമനസ്കനെന്നും ദയാലു എന്നുമൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇതിന് കാരണം അദ്ദേഹത്തിൻ്റെ ചില പ്രവൃത്തികളാണ്. കാര എന്ന പ്രദേശത്ത് ഗവർണറായിരുന്നത് ബാൽബൻ്റെ നെഫ്യൂ ആയിരുന്ന മാലിക് ചജ്ജു ആയിരുന്നു. ഇദ്ദേഹത്തെ അവിടെ തന്നെ തുടരാൻ ജലാലുദ്ദീൻ ഖൽജി അനുവദിച്ചു. പക്ഷേ ചജ്ജു ജലാലുദ്ദീൻ ഖൽജിക്ക് എതിരായി ഒരു റിവോൾട്ട് നയിക്കുന്നുണ്ട്. ആ സമയത്ത് ജലാലുദ്ദീൻ ഖൽജി അതിനെ അമർച്ച ചെയ്യുകയും ചജ്ജുവിന് മാപ്പ് കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ കൊള്ളക്കാർ ഇദ്ദേഹത്തിൻ്റെ രാജ്യം ആക്രമിച്ച സമയത്ത് ഇദ്ദേഹം അവർക്ക് കർശനമായൊരു താക്കീത് നൽകി വിട്ടയച്ചു. ബാൽബൻ്റെ സമയത്ത് കൊള്ളക്കാർക്ക് ഡെത്ത് പണിഷ്മെൻറ്റ് വരെ നൽകിയിട്ടുണ്ടായിരുന്നു. ചജ്ജു വീണ്ടും ഒരു തവണ കൂടി ജലാലുദ്ദീൻ ഖൽജിക്കെതിരായി ഒരു റിവോൾട്ട് ഫോം ചെയ്തു. ഈ സമയത്ത് അദ്ദേഹം ചജ്ജുവിനെ റീപ്ലേസ് ചെയ്ത് അവിടേക്ക് തൻ്റെ മരുമകനായ അലാവുദ്ദീൻ ഖൽജിയെ കാരയുടെ ഗവർണറായി അപ്പോയിൻ്റ് ചെയ്തു. ജലാലുദ്ദീൻ ഖൽജി ഒരുപാട് കാലം അധികാരത്തിലുണ്ടായിരുന്നില്ല. മരുമകനായ അലാവുദ്ദീൻ ഖൽജി ഇദ്ദേഹത്തെ വധിച്ച് സിംഹാസനം പിടിച്ചെടുത്തു. അടുത്തത് അലാവുദ്ദീൻ ഖൽജിയെ പറ്റിയാണ് നമുക്ക് നോക്കാനുള്ളത്. വളരെ തന്ത്രശാലിയും വളരെ പ്രഗത്ഭനുമായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖൽജി. അധികാരത്തിൽ കയറിയ ശേഷം ഇദ്ദേഹം പ്രഭുക്കന്മാരെയും മറ്റ് പ്രധാനികളെയുമൊക്കെ വലിയ രീതിയിലുള്ള ഗിഫ്റ്റുകൾ നൽകി ഇദ്ദേഹത്തിൻ്റെ കൂടെ നിർത്തി. എന്നിട്ടും ഇദ്ദേഹത്തെ എതിർത്തവരെ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ അനുകൂലിക്കാത്തവരെ അദ്ദേഹം വലിയ രീതിയിൽ പണിഷ് ചെയ്തു. കോർട്ടിൽ ഈ നോബിൾസിനുള്ള ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ഹോൾഡ് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം 4 പുതിയ ഓർഡിനൻസ് കൊണ്ടുവന്നു. ഇവരുടെയൊക്കെ പ്രോപ്പർട്ടീസ് അദ്ദേഹം കണ്ടുകെട്ടി. ഇദ്ദേഹം വളരെ ശക്തമായ ഒരു ഇൻ്റലിജൻസ് സിസ്റ്റം കൊണ്ടുവന്നു. ഈ നോബിൾസിൻ്റെയൊക്കെ എല്ലാ പ്രവൃത്തികളും അപ്പോൾ തന്നെ ഇവർ സുൽത്താനെ അറിയിക്കുമായിരുന്നു. ലിക്കറിൻ്റെയും ഡ്രഗ്സിൻ്റെയും പബ്ലിക്കായിട്ടുള്ള സെയിൽ ഇദ്ദേഹം സ്റ്റോപ്പ് ചെയ്തു. സുൽത്താൻ്റെ പെർമിഷൻ ഇല്ലാതെ നടക്കുന്ന പബ്ലിക് ഗ്യാതറിങ്സിനെയും ആഘോഷങ്ങളെയും ഒക്കെ ഇദ്ദേഹം എതിർത്തു. ഇതിനെയൊക്കെ അദ്ദേഹം നിരോധിച്ചു. സുൽത്താൻ്റെ പെർമിഷൻ ഇല്ലാതെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ചടങ്ങുകൾ നടത്തിയാൽ അദ്ദേഹം അതിന് പണിഷ്മെൻറ്റ് നൽകിയിരുന്നു. ഈ ഓർഡിനൻസുകളിലൂടെയൊക്കെ അദ്ദേഹത്തിന് തൻ്റെ രാജ്യത്തു നിന്നും റിബല്യൻസ് ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിച്ചു. കാരണം ഈ നോബിൾസിനുണ്ടായിരുന്ന പ്രത്യേക അനുമതികളും സുഖസൗകര്യങ്ങളും ഒക്കെയായിരുന്നു ഒരു പരിധിവരെ സുൽത്താനെതിരായി പ്രക്ഷോഭങ്ങൾ നയിക്കാനും അതുപോലെ തന്നെ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കാനും ഇവരെ സഹായിച്ചിരുന്നത്. മാത്രമല്ല അന്നത്തെ സ്പൈ സിസ്റ്റം ഒന്നും അത്ര എഫിഷ്യൻ്റ് ആയിരുന്നില്ല. ഇതിനൊക്കെ ഒരു മാറ്റം വന്നതോടുകൂടി ഇവരുടെ ഇത്തരത്തിലുള്ള പ്രിവിലേജസ് ഒക്കെ എടുത്തു കളയുകയും അതുപോലെ നല്ല രീതിയിലുള്ളൊരു ഇൻ്റലിജൻസ് സിസ്റ്റം കൊണ്ടുവരികയും ചെയ്തതോടുകൂടി ഈ പ്രശ്നങ്ങളിലൊക്കെയും വലിയ ഒരു പരിഹാരം കാണാൻ സാധിച്ചു. അടുത്ത ഇവിടെ നോക്കാനുള്ളത് അലാവുദ്ദീൻ ഖൽജി കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് റിഫോംസ് ആണ്. അദ്ദേഹം വലിയ ഒരു സ്റ്റാൻഡിംഗ് ആർമിയെ നിലനിർത്തിയിരുന്നു. ഈ ആർമിക്ക് അദ്ദേഹം സാലറി കൊടുത്തിരുന്നത് ക്യാഷ് ആയിട്ടായിരുന്നു. അതുപോലെ അദ്ദേഹം ദാഗ്, ഹുലിയ ഇങ്ങനെയുള്ള 2 സിസ്റ്റം കൊണ്ടുവന്നു. ദാഗ് എന്ന് പറയുന്നത് ഇദ്ദേഹം സൈന്യത്തിലുള്ള കുതിരക്കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അടയാളം വെച്ചിരുന്നു.
യുദ്ധത്തിന് വേണ്ടി ഈ കുതിരകളെ പ്രത്യേകമായി ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു ഇത്. ഹുലിയ എന്ന് പറയുന്നത് അദ്ദേഹം ഓരോ സോൾജേഴ്സിൻ്റെയും ഫീച്ചേഴ്സ്, ഫിസിക്കൽ ഫീച്ചേഴ്സ് അടക്കമുള്ള പ്രത്യേകതകൾ അദ്ദേഹം പ്രത്യേകമായി എഴുതി സൂക്ഷിച്ചിരുന്നു. ഇതിനെയാണ് ഹുലിയ എന്ന് പറയുന്നത്. സൈന്യത്തെ ഇദ്ദേഹം കൃത്യമായി റിവ്യൂ ചെയ്തു പോന്നിരുന്നു. അലാവുദ്ദീൻ ഖൽജി 4 പ്രത്യേക മാർക്കറ്റുകൾക്ക് രൂപം കൊടുത്തു. ഒരു മാർക്കറ്റ് ധാന്യങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. ഇത് സപ്ലൈ ചെയ്തിരുന്നത് ഇവരുടെ ഗവൺമെൻറ് സ്റ്റോർ ഹൗസിൽ നിന്നുമായിരുന്നു. രണ്ടാമത്തെ മാർക്കറ്റ് ക്ലോത്ത്, ഷുഗർ, ഡ്രൈഡ് ഫ്രൂട്ട്സ്, ബട്ടർ, ഓയിൽ എന്നിവയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു. മൂന്നാമത്തേത് ഹോഴ്സ്, സ്ലേവ്സ്, ക്യാറ്റിൽ എന്നിവയ്ക്ക് വേണ്ടിയും നാലാമത്തേത് മറ്റ് കൊമോഡിറ്റീസിന് വേണ്ടിയുള്ളതായിരുന്നു. ഓരോ മാർക്കറ്റിൻ്റെയും നിയന്ത്രണത്തിന് വേണ്ടി ഇദ്ദേഹം ഒരു ഉയർന്ന ഓഫീസറെ അപ്പോയിൻ്റ് ചെയ്തിരുന്നു. ഈ ഓഫീസർ അറിയപ്പെട്ടിരുന്നത് ഷാന ഐ മണ്ഡി എന്നായിരുന്നു. എല്ലാ വസ്തുക്കളുടെയും പ്രൈസ് ഫിക്സ് ചെയ്തിരുന്നത് സുൽത്താൻ്റെ റെഗുലേഷൻസിന് അനുസരിച്ചായിരുന്നു. ഈ റെഗുലേഷൻസ് അനുസരിച്ചുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനും ഈ മാർക്കറ്റിനെയും പ്രൈസിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിനും വേണ്ടി ഇവിടെ ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. ഈ ഡിപ്പാർട്ട്മെൻറ്റ് അറിയപ്പെട്ടിരുന്നത് ദിവാനി റിയാസത്ത് എന്നായിരുന്നു. ഇവിടുത്തെ ഓഫീസറെ വിളിച്ചിരുന്നത് നായിബൈ റിയാസത്ത് എന്നായിരുന്നു. എല്ലാ കച്ചവടക്കാരും ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്യണമായിരുന്നു. അല്ലാത്തവർക്ക് കച്ചവടം ചെയ്യാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. ഈ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഓഫീസേഴ്സിനെയും കൂടാതെ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി സുൽത്താൻ മറ്റ് 2 കാര്യങ്ങൾ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന്, അദ്ദേഹം സീക്രട്ട് ഏജൻസിനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവരറിയപ്പെട്ടിരുന്നത് മുനിയാൻസ് എന്നായിരുന്നു. ഈ മാർക്കറ്റിൻ്റെ ഫങ്ഷനിങ്ങിനെ പറ്റിയുള്ള റിപ്പോർട്ട് സുൽത്താനെ അറിയിക്കുക എന്നുള്ളതായിരുന്നു ഈ ഏജൻസിൻ്റെ ചുമതല. ഇതുകൂടാതെ ഓരോ കൊമോഡിറ്റിയുടെയും പ്രൈസ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം സ്ലേവ് ബോയ്സിനെ മാർക്കറ്റിലേക്ക് അയച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ റെഗുലേഷൻസിന് എന്തെങ്കിലും വയലേഷൻ ആരെങ്കിലും വരുത്തുന്നുണ്ട് എന്ന് കണ്ടാൽ ഏതെങ്കിലും ഷോപ്പ് കീപ്പർ ഏതെങ്കിലും വസ്തുവിന് വില കൂട്ടുകയോ അല്ലെങ്കിൽ അളവിൽ എന്തെങ്കിലും കൃത്രിമത്വം കാണിക്കുകയോ ചെയ്തു എന്ന് ഇദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ അദ്ദേഹം അവരെ സിവിയറായി പണിഷ് ചെയ്തിരുന്നു. കൊമോഡിറ്റീസിന് സുൽത്താൻ നിശ്ചയിച്ചിരുന്ന വില ഫിക്സ്ഡ് ആയിരുന്നു. ഫമൈൻ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ പോലും ഈ ഒരു പ്രൈസിന് ചേഞ്ചസ് വരുത്തിയിരുന്നില്ല. ഇത് കൂടാതെ അദ്ദേഹത്തിന് ഒരു ലാൻഡ് റവന്യൂ സിസ്റ്റം കൂടി ഉണ്ടായിരുന്നു. ഡൽഹി സുൽത്താൻമാരിൽ ഇദ്ദേഹമാണ് ആദ്യമായി ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുകയും അതിന് നികുതി ഈടാക്കുകയും ചെയ്ത സുൽത്താൻ. ലാൻഡ് റവന്യൂ ഇദ്ദേഹം കളക്ട് ചെയ്തിരുന്നത് ക്യാഷ് ആയിട്ടായിരുന്നു. കാരണം സോൾജേഴ്സിന് ഇദ്ദേഹം പേ ചെയ്തിരുന്നത് ക്യാഷ് ആയിട്ടായിരുന്നു. പാവപ്പെട്ടവരിൽ നിന്നും സമ്പന്നരിൽ നിന്നും ഇദ്ദേഹം ഭൂനികുതി ഈടാക്കിയിരുന്നു. അലാവുദ്ദീൻ ഖൽജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇദ്ദേഹത്തിൻ്റെ മിലിറ്ററി അച്ചീവ്മെൻറ്റ്സ് ആണ്. ഇദ്ദേഹം ഇന്ത്യയുടെ സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഇങ്ങനെ എല്ലാ ഭാഗങ്ങളിലേക്കും എക്സ്പെഡിഷൻസ് നടത്തുകയും ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും പിടിച്ചെടുക്കുകയും ഇദ്ദേഹത്തിൻ്റെ ടെറിട്ടറിയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചിത്രമാണ്. സ്ലേവ് ഡൈനാസ്റ്റിയുടെ കാലത്ത് ഇത്രയും ഭാഗങ്ങളായിരുന്നു ഡൽഹി സൽത്തനേറ്റിന് ഉണ്ടായിരുന്നത്. ജലാലുദ്ദീൻ ഖൽജിയുടെ സമയത്ത് ഇതിലും കുറയുന്നുണ്ട്. എന്നാൽ അലാവുദ്ദീൻ ഖൽജിയുടെ കാലത്തിലേക്ക് എത്തിയപ്പോൾ ഇത്രയും വലിയൊരു പ്രദേശം ഈ ഒരു എംപയറിൻ്റേതായി മാറി. അലാവുദ്ദീൻ ഖൽജിയുടെ കോർട്ടിലുണ്ടായിരുന്ന പോയിറ്റ്സ് ആണ് അമീർ ഖുസ്രുവും അമീർ ഹസനും. ഇദ്ദേഹം പണി കഴിപ്പിച്ച ഒരു ഗേറ്റ് വേ ആണ് അലൈ ദർവാസ. ഇദ്ദേഹം സിറിയിൽ ഒരു പുതിയ ക്യാപിറ്റലിനും രൂപം കൊടുത്തിരുന്നു. 1316 അലാവുദ്ദീൻ ഖൽജി മരണമടഞ്ഞു. ഇതിനുശേഷം അധികാരത്തിൽ കയറുന്നത് മുബാറക് ഷായാണ്. അതിനുശേഷം ഖുസ്രു ഷാ. അലാവുദ്ദീൻ ഖൽജിയുടെ അത്രയും ശക്തരായ റൂളേഴ്സ് പിന്നെ വന്നിട്ടില്ല. ഖുസ്രു ഷായായിരുന്നു ഈ ഡൈനാസ്റ്റിയിലെ ഏറ്റവും അവസാന റൂളർ. ഇദ്ദേഹത്തെ വധിച്ചാണ് തുഗ്ലക് ഡൈനാസ്റ്റി അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഖൽജി ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ജലാലുദ്ദീൻ ഖൽജിയാണ്. ഇദ്ദേഹത്തെ വധിച്ച് ഇദ്ദേഹത്തിൻ്റെ മരുമകനായ അലാവുദ്ദീൻ ഖൽജി അധികാരത്തിൽ കയറി. ഇദ്ദേഹം വിലയേറിയ ഗിഫ്റ്റുകൾ നൽകി നോബിൾസിനെയൊക്കെയും ഇദ്ദേഹത്തിൻ്റെ വരുതിയിലാക്കാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ പല ഓർഡിനൻസുകളും കൊണ്ടുവന്ന് ഇവരുടെ ഒരു ഹോൾഡ് ഇല്ലാതാക്കി. അദ്ദേഹത്തിൻ്റെ റിഫോംസ് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു സ്റ്റാൻഡിംഗ് ആർമിയെ നിലനിർത്തിയിരുന്നു. ദാഗ്, ഹുലിയ എന്നീ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. 4 രീതിയിലുള്ള മാർക്കറ്റ്സ് കൊണ്ടുവന്നു. മാർക്കറ്റുകൾ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഷാന ഐ മണ്ഡി എന്ന ഓഫീസറെ അപ്പോയിൻ്റ് ചെയ്തു.
ഇദ്ദേഹത്തിൻ്റെ റെഗുലേഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ദിവാനി റിയാസത്ത് എന്ന ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് രൂപം കൊടുത്തു. ഇവിടുത്തെ ഓഫീസർ അറിയപ്പെട്ടിരുന്നത് നായിബൈ റിയാസത്ത് എന്നായിരുന്നു. മാർക്കറ്റിലെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി മുനിയൻസ് എന്ന സീക്രട്ട് ഏജൻസിനെയും അതുപോലെ തന്നെ സ്ലേവ് ബോയ്സിനെയും അപ്പോയിൻ്റ് ചെയ്തു. ലാൻഡ് റവന്യൂ സിസ്റ്റം കൊണ്ടുവന്നു. മിലിറ്ററി ക്യാമ്പയിൻസിലൂടെ ഇന്ത്യയുടെ ഒരു ഭൂരിഭാഗം പ്രദേശങ്ങളും ഇദ്ദേഹത്തിൻ്റെ ടെറിട്ടറിയോട് കൂട്ടിച്ചേർത്തു. ഇദ്ദേഹത്തിൻ്റെ കോർട്ടിലെ പോയിൻറ്റ്സാണ് അമീർ ഖുസ്രുവും അമീർ ഹസനും. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി 3 ഡൈനാസ്റ്റീസിനെ പറ്റിയും ഇവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് രീതി, ആർട്ട്, ആർക്കിടെക്ചർ തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം. താങ്ക് യു.